ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. 10 പ്രതികളുടെയും ജീവപര്യന്തം ശരിവെച്ച കോടതി കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കി. പി മോഹനനെ പ്രതി ചേർക്കണമെന്ന കെ രമയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ അപ്പീൽ ഈ മാസം 26-ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കോടതി വിധി സ്വാഗതാർഹമാണെന്നും പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട നടപടിയിൽ നിയമ പോരാട്ടം തുടരുമെന്നും കെ രമ MLA പറഞ്ഞു. വളരെ നല്ല വിധിയാണ് ഇത്. കേരളത്തിലെ നീതി തേടുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു അനുഗ്രഹം കൂടിയാണ്. കാരണം പണവും അധികാരവും മാത്രമല്ല, മറിച്ച് നീതി കേൾക്കാൻ ഇവിടെ കോടതികളുണ്ട് എന്നുള്ളതും കൂടിയാണ്. ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം കൂടിയാണ്. പക്ഷേ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. ഇനിയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, ഞാൻ തുടക്കത്തിലേ പറയുന്ന ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ പുറത്തു വരണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടരും. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വലിയ നിയമയുദ്ധമാണ് നടന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി വിധി സ്വാഗതാർഹമാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരു വലിയ നിയമയുദ്ധമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്, അത് ശരിയുമാണ്. ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമണം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോകുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചത്. അതാണ് കാര്യം. പോലീസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അന്ന് ആ ഇൻവെസ്റ്റിഗേഷന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യണം. ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരപരാധികളാണ് എന്ന് അന്നും CPM പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർന്നുള്ള അവരുടെ നിലപാടുകളിലും അതിൽ ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതിനോട് കൃത്യതയോടുകൂടി തന്നെ അന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെടുത്ത നിലപാട് കറക്റ്റാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇതിൽ ഈ പ്രതികളുടെയൊക്കെ ശിക്ഷ ശരിവെച്ചു എന്ന് മാത്രമല്ല, 2 പേരെ കൂടി കുറ്റക്കാരെന്ന് ഹൈക്കോടതി അതിൻ്റെ അപ്പീൽ പരിശോധനയിൽ കണ്ടെത്തി എന്നതും നിർണായകമാണ്. അപ്പോൾ അവരുടെ ശിക്ഷയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ വരാനിരിക്കുന്നത്? ഇതിൽ ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിന്മേൽ വീണ്ടും കോടതി അതിൽ പരിഗണിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണോ നമ്മൾ കരുതേണ്ടത്? 3 അപ്പീലുകളാണ് കോടതിയുടെ പരിഗണനയ്ക്കായി വന്നത്. അതിൽ ഈ പ്രതികൾ ആവശ്യപ്പെട്ടത് തങ്ങൾക്കെതിരായ വിചാരണ കോടതിയുടെ ശിക്ഷ അത് റദ്ദാക്കണം എന്നുള്ളതാണ്. അത് കോടതി നിഷ്കരുണം തള്ളി. കോടതി ആ ശിക്ഷ ശരിവെക്കുകയുണ്ടായി. 2ാമത്തെ അപ്പീൽ കെ രമയുടേതാണ്. അതിൽ ചൂണ്ടിക്കാണിച്ചത് പി മോഹൻ അടക്കം 24 പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണം ഇതായിരുന്നു. അതിൽ പി മോഹന്റെ കാര്യത്തിൽ കോടതി എതിർ നിലപാടാണ് എടുത്തത്. കോടതി പി മോഹനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ നടപടി ശരിവെച്ചു. പകരം കോടതി വെറുതെ വിട്ട 24 പേരിൽ 2 പേരെ ഈ കേസിൽ പ്രതി ചേർത്ത് ഈ കേസിൽ ശിക്ഷിച്ചു. അതിൽ കെ കൃഷ്ണൻ, അതോടൊപ്പം ജ്യോതി ബാബു എന്നിവരാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷാവിധി 26-ാം തീയതി വിധിക്കും. എല്ലാ പ്രതികളും 26-ാം തീയതി കോടതിയിൽ ഹാജരാകണം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇനി നടക്കാനുള്ളത് സർക്കാരിന്റെ ഒരു അപ്പീലാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് കോടതി മുമ്പാകെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു, പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ കോടതിയുടെ വിധി വരാനുണ്ട്. അതിൽ കോടതി ഇനി ആ 26-ാം തീയതി സർക്കാരിന്റെ അഭിപ്രായം കൂടി കേൾക്കും. അതിന് മുന്നോടിയായി പ്രതികളുടെ മാനസിക നിലയടക്കം പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യക്തമാകുന്നത് വലിയ കടുത്ത എന്തോ നടപടി കോടതിയിൽ നിന്നും വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ കടുത്ത ശിക്ഷ, ഒരുപക്ഷെ ശിക്ഷ ഉയർത്താനുള്ള എന്തെങ്കിലും നീക്കം കോടതിയിൽ നിന്നും ഉണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. 26-നെ അതറിയാൻ സാധിക്കൂ. എന്തായാലും പ്രതികൾ നേരിട്ട് ഹാജരാകണം, അവരുടെ മാനസിക നിലയടക്കം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ചില പ്രധാനപ്പെട്ട കോടതി നടപടികൾ കൂടി ബാക്കിയുണ്ട്. അത് ബാക്കി വെച്ചിരിക്കുന്നത് എന്തിന് എന്നത് ചില സൂചനകൾ അക്കാര്യത്തിൽ വരുന്നുണ്ട് എന്നുകൂടിയാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.